കേരളത്തിലെ സ്ത്രീകൾ ചിരിക്കുന്ന പൂക്കി മുഖ്യന്റെ സ്ത്രീപക്ഷ നിലപാടെന്താണെന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണത്തിൽ കണ്ടിരുന്നല്ലോ അല്ലേ? അതായത് വീട്ടിലെ അമ്മമാർ വീട്ടിലേക്ക് വരുന്ന സ്ത്രീകളെ അവർക്ക് പരിചയമുള്ള കറികളെല്ലാം പഠിപ്പിക്കണം. കാര്യം പുരുഷന്മാരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് ഇലയും വിരിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരാണ്. ഇതെല്ലാം വീട്ടിലുള്ള സ്ത്രീകൾ ചെയ്യേണ്ടവരാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കിടക്കേണ്ടവരാണ് എന്നൊരു പഴയ മാടമ്പി മനോഭാവം ഉറങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഇന്ന് ചോദ്യം വന്നപ്പോൾ ആ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് മനസ്സിലാകാത്തതാണ് നമ്മുടെ ചിരിക്കുന്ന പൂക്കി മുഖ്യൻ. കാര്യം അടുക്കളയിലുള്ള സർവ്വ കാര്യങ്ങളും അമ്മമാരും അമ്മാവിമാരും വീട്ടിലേക്ക് വരുന്ന സ്ത്രീകളെ വേണം പഠിപ്പിക്കാൻ. അങ്ങനെ പഠിപ്പിച്ചിട്ടായിരിക്കണം നമ്മുടെ ഷെഫ് പിള്ളയും ബാക്കിയുള്ള നമ്മുടെ നാട്ടിലെ പേര് കേട്ടിട്ടുള്ള പല കുക്കുമാരെല്ലാം പുരുഷന്മാരായത്. കാര്യം അവരെ ഒന്നും നമ്മുടെ മേനോന്റെ കണ്ണിപ്പെടില്ല. മേനോന്റെ വീട്ടിലും അല്ലെങ്കിൽ അടുക്കളകളിലൊക്കെ നടക്കേണ്ട പാരമ്പര്യ കാഴ്ചപ്പാടിനെ പറ്റി അദ്ദേഹം പറഞ്ഞ ആദ്യ സ്റ്റേറ്റ്മെന്റും അതിനെക്കുറിച്ച് വിമർശനം ഉയർന്നപ്പോൾ ഇന്ന് ആവർത്തിച്ചത് നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാക്കും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കേട്ടല്ലോ, അത് ആദ്യത്തേത്. ഇന്ന് ആ ചോദ്യം വന്നപ്പോ എഴുതി വായിക്കുകയാണ്. നോക്കിയേ, നിങ്ങൾ ആരെങ്കിലും അതിന്റെ വിഷ്വല് കണ്ടോ? വിഷ്വല് കണ്ടിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്. പലരും പ്രതികരിക്കും. കാരണം പലരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പലരും പ്രതികരിക്കും. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിന്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. എന്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും. പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അറിയാലോ, നിങ്ങളുടെയൊക്കെ അമ്മമാര് പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എന്റെ നാവിലെ എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എന്റെ നാവിലുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെ അടയാളപ്പെടുത്തിയത്? അല്ലല്ലല്ല, കേട്ടോ, നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് കേൾക്ക്. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെന്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? അല്ലല്ല, മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണ്? അല്ലല്ല, അതെന്താ? മക്കൾക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിഥി പുതിയതായിട്ട് വരുന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ട് അത് കൊടുക്കണമെന്നാണ്. മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടില്ലേ? നിങ്ങള് മൈക്രോസ്കോപ്പ് അല്ലല്ല, കുറച്ച് ആളുകള് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകും നോക്കണം. മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ സ്ത്രീവിരുദ്ധ എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണ്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണമെന്ന് പറയില്ല. നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. എടാ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഞാൻ പറയാ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. അല്ലല്ല, എന്റെ ക്രെഡിബിലിറ്റി ഒന്നും പോവില്ല. എന്റെ വിശ്വാസ്യതയും എനിക്ക് ഈ നിലപാട്. എന്നിട്ട് പറയാണ് ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16-ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഐ ഹാവ് ഓൾറെഡി ആൻസേർഡ്. ഇനി വേറെ എനി മോർ ക്വസ്റ്റ്യൻ? ഇല്ല, ഇത് അനുവദിക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ വന്നിരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല. നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാനൊരു പൊസിഷനിൽ നിന്ന് സംസാരിക്കാം. നിങ്ങൾ പത്രസമ്മേളനം ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കി. ഞാൻ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇരുന്ന് തന്നിട്ടില്ല. ഇതുപോലെ നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാം. പക്ഷേ നിങ്ങൾ ആ മര്യാദ നിങ്ങൾ കൂടി കാണി. നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കുന്നത്? കേട്ടല്ലോ. ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? കേരളത്തിലെ അടുക്കളകളെല്ലാം സ്ത്രീകൾക്കുള്ളതാണ്. 27 വർഷം മുമ്പ് മരിച്ച അമ്മ വെച്ച
കറികളുടെ ടേസ്റ്റ് എന്റെ നാവിൽ ഇന്നും ഉണ്ടത്രേ. അന്ന് അമ്മയോട് ചോദിച്ച് ആ കറി വയ്ക്കാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് അന്തസ്സായിട്ട് സതീശൻ അത് പഠിച്ചുകൂടായിരുന്നു എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. കാര്യം അതെന്റെ കാറ്റഗറി പെടുന്നതല്ല. ഞാൻ ഒരു ചെറിയ രായാവാണ്. രായാവ് അടുക്കളയിൽ കയറൂല. അവിടെ സ്ത്രീകളാണ് എന്താകേണ്ടത്, ആഹാരം വേവിക്കേണ്ടതെന്ന് വീട്ടിലെ രായാവ് മനോഭാവക്കാരനായിട്ടുള്ള കുലപുരുഷന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ പുരുഷനെ പോലെ എല്ലാ ജോലികളും സ്ത്രീകൾ ചെയ്യുകയും അല്ലെങ്കിൽ വീടുകളിലെ ജോലി പരസ്പരം ഷെയർ ചെയ്ത് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വീടുകളിൽ ഒന്നും പുരുഷന്മാരെ പഠിപ്പിക്കേണ്ട, വരുന്ന സ്ത്രീകളെയും വീട്ടിലെ സ്ത്രീകളെയൊക്കെയാണ് അമ്മമാർ പഠിപ്പിക്കേണ്ടത് എന്ന ഉപദേശം പറയുമ്പോൾ അദ്ദേഹത്തിന് പി രാജീവ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് നാട് കേൾക്കണം. എന്താണ് കാലത്തിനനുസരിച്ച് ഒരു വിഷയത്തെക്കുറിച്ചുള്ള പുരോഗമന കാഴ്ചപ്പാടെന്ന് പി രാജീവിന്റെ മറുപടി നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. മക്കൾ നല്ല ഇപ്പം അദ്ദേഹം വൈകാരികമായി പറഞ്ഞല്ലോ, അമ്മയുടെ രുചി ഇപ്പോഴും നാവിൻ്റെ തുമ്പത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും നാവിൻ്റെ തുമ്പത്തുണ്ടല്ലോ. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം അത് ചോദിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ, ഇത് കണ്ടിന്യൂസ്നായിട്ടാണല്ലോ പറയുന്നത്, വിവാഹം കഴിച്ചു വരുമ്പോൾ എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് പുരുഷന്മാരാരും വീട്ടിലേക്ക് വരുന്നില്ലേ? സ്ത്രീകൾ മാത്രമേ വീട്ടിലേക്ക് വരണുള്ളൂ. ഈ പുരുഷന്മാർക്കും കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് പറയാമായിരുന്നില്ലേ? വീട്ടിലേക്ക് വരുന്ന വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടികൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ മക്കളെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വരുന്ന പുരുഷന്മാരുണ്ട്, അവർക്കും ഈ റെസിപ്പി പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഷെഫ് പിള്ള നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കുന്നവരില്ലേ? അതുപോലെ നമ്മുടെ മരണപ്പെട്ട നൗഷാദ് നല്ല ഷെഫായിരുന്നില്ലേ? ലോകത്ത് തന്നെ എത്രയോ പ്രധാനപ്പെട്ട ഷെഫുമാരെല്ലാം തന്നെ പുരുഷന്മാരാണല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കാണുന്നുണ്ടല്ലോ സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അതിന് ശരിക്കും അദ്ദേഹം പറയേണ്ടത്, ഞാൻ ഉദ്ദേശിച്ചതാണ്, അത് ശരിക്കും ഇതുകൂടി പറയേണ്ടതായിരുന്നു. അത് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതല്ല. അത് ഈ ഇത്തരത്തിലുള്ള അറിവുകൾ ഭാവിയിൽ വരുന്ന പുരുഷനും സ്ത്രീയും ഉൾപ്പെടെ എല്ലാവർക്കും കൈമാറണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ലിപ്പ് ഓഫ് ടങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ എന്ന് പറയേണ്ട ഒരു സത്യസന്ധതയാണ് മുഖ്യമന്ത്രിയിലുമെന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. അത് മാത്രം കണ്ടാൽ മതി. അതത്ര വ്യക്തമാക്കിയാൽ അദ്ദേഹത്തിന്റെ തിളക്കൊന്നുകൂടി കൂടില്ലേ? കേട്ടല്ലോ, നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. ഇന്നത്തെ കാലഘട്ടത്തിൽ അടുക്കള ഉത്തരവാദിത്വം എല്ലാം സ്ത്രീകളെ ഏൽപ്പിക്കണം. അവർ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അമ്മമാരുണ്ടാക്കുന്ന കറികളെല്ലാം സതീശനെ പോലുള്ള ചേട്ടന്മാർക്ക് വേണ്ടി ഉണ്ടാക്കി അവരുടെ ടേസ്റ്റ് എല്ലാം നോക്കി കൊച്ചുങ്ങളെ കാര്യവും നോക്കിയതിന് ശേഷം വേണം ജോലിക്ക് പോകേണ്ടത്. അടുക്കള കാര്യങ്ങൾ ഇപ്പോഴും സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന ആ വിശാല ഹൃദയനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതൊക്കെയാണ് വെളുക്കച്ചിരിക്കുന്ന ചില തട്ടിപ്പുകൾക്ക് പുറകിലുള്ളത്. സ്വന്തമായിട്ട് ഈ വിഷയത്തിൽ വരെയുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം ഇയാൾ പറയുന്ന വലിയ വലിയ കാര്യങ്ങളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊന്ന് ആലോചിച്ചാൽ മതി. സ്വന്തം വീട്ടിലെ അടുക്കളയുടെ കാര്യത്തിൽ വരെ ഇങ്ങനെയുള്ള ഒരു മനോഭാവക്കാരൻ പിന്നീട് ബാക്കി പറയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ.